പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം എല്ലാ വർഷവും ചോദിക്കും. അതായത് ഒരു 2 സർക്യൂട്ടോ അല്ലെങ്കിൽ 3 ചിലപ്പോൾ 4 സർക്യൂട്ടൊക്കെ തരും. എന്നിട്ട് എവിടെയാണ് ബ്രൈറ്റ്നെസ് കൂടുതൽ കുറവ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഒറ്റ വീഡിയോ കൂടെ നമുക്ക് കംപ്ലീറ്റ് എന്ത് പോസിബിലിറ്റി വന്നാലും 2 വന്നാലും 3 വന്നാലും 5 വന്നാലും 6 ബൾബുകൾ വന്നാലും 6 സർക്യൂട്ടുകൾ വന്നാലും ബ്രൈറ്റ്നെസ് കമ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ പഠിപ്പിച്ച് തരുന്നതായിരിക്കും. ഈ വീഡിയോ അവസാനം വരെ കാണാം, നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ മക്കളെ, ഇതിനാകെ നിങ്ങൾ അറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ മക്കളെ. ഒരു സോളിനോയിഡും ഒരു AC സോഴ്സും ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ആ സോളിനോയിഡിനുള്ളിൽ സെൽഫ് ഇൻഡക്ഷൻ സംഭവിക്കും. അതായത് സോളിനോയിഡ് സ്വന്തമായിട്ടൊരു വോൾട്ടേജ് അഥവാ EMF ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ ബാക്ക് EMF എന്ന് വിളിക്കുക. ഈ പ്രക്രിയനെ നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് വിളിക്കും. അതൊരു AC സോഴ്സ് നമ്മൾ സോളിനോയിഡിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെൽഫ് ഇൻഡക്ഷൻ വഴി ഒരു ബാക്ക് EMF, ഒരു എക്സ്ട്രാ വോൾട്ടേജ് ഉണ്ടാവും. പക്ഷേ ആ എക്സ്ട്രാ വോൾട്ടേജ് ചെറിയ പ്രശ്നമുണ്ട്. ആ എക്സ്ട്രാ വോൾട്ടേജ് ആ സർക്യൂട്ടിൻ്റെ മൊത്തമുള്ള വോൾട്ടേജിനെ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യുക? കുറയ്ക്കുകയാണ് ചെയ്യുക. സഹായിക്കില്ല, എതിർക്കുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പേര് ബാക്ക് EMF ഇട്ടിരിക്കും. ഓക്കെ, പക്ഷെ ഇതിന് കണ്ടീഷൻ എന്താണ്? സോളിനോയിഡ് മാത്രം പോരാ, AC സോഴ്സ് മാത്രം പോരാ, 2 പേര് ഒരുമിച്ച് വരണം. സോളിനോയിഡും വേണം, AC സോഴ്സ് വേണം. എന്നാൽ മാത്രമേ ഈ ബാക്ക് EMF ഉണ്ടാവുള്ളൂ. ബാക്ക് EMF നല്ല കാര്യമാണെന്ന് വിചാരിക്കരുത്. സാർ വോൾട്ടേജ് എക്സ്ട്രാ വെറുതെ കിട്ടിയല്ലേ എന്ന് വിചാരിക്കരുത്. ഈ ബാക്ക് EMF മൊത്തത്തിലുള്ള വോൾട്ടേജിനെ കുറയ്ക്കുകയാണ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ മനസ്സിൽ വെക്കണം. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ എന്താണ് ബേസിക് ഐഡിയ മനസ്സിലായി. പിന്നെ ഡെഫിനിഷൻ ഒക്കെ പഠിച്ചു വെച്ചോട്ടെ. സെൽഫ് ഇൻഡക്ഷൻ ഡെഫിനിഷൻ അപ്പോൾ ഈ പറഞ്ഞ പേരോട് എഴുതി വെച്ചാൽ പറ, അത് ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ എഴുതി വെക്കണം. അത് വേറെ കാര്യം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ 1, 2, 3, 4 ബൾബുകൾ വന്നു കഴിഞ്ഞാൽ ഏതിനായിരിക്കും ഏറ്റവും മാക്സിമം ബ്രൈറ്റ്നസ് ബൾബ്, ഏറ്റവും ലീസ്റ്റ് ബ്രൈറ്റ്നസ്, അല്ലെ അതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഡിക്രീസിങ് ഓർഡറിൽ എഴുതാൻ വേണ്ടി പറയും. അപ്പോൾ നിങ്ങൾ ആകെ ആലോചിക്കേണ്ട അത്രയേ ഉള്ളൂ, ബാക്ക് EMF ഉണ്ടോ എന്ന് നോക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ ബാക്ക് EMF ഉണ്ടോ? സാർ AC സോഴ്സ് ഉണ്ട്, പക്ഷേ ബാക്ക് EMF ഉണ്ടോ? കാരണം AC സോഴ്സ് ഉണ്ട്, പക്ഷേ ബാക്ക് EMF ഉണ്ടാവോ? ഇവിടെ ഇല്ല. കാരണം AC സോഴ്സ് മാത്രം മതിയോ? സോളിനോട് അവിടെ പോയി, സോളിനോടും കൂടി ഉണ്ടെങ്കിലേ ബാക്ക് EMF ഉള്ളൂ. അപ്പോൾ AC സോഴ്സ് മാത്രം ഉള്ളതുകൊണ്ട് ബാക്ക് EMF ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥം നല്ല കാര്യമാണ്. കാരണം ഈ ബൾബ് അല്ലെ ഈ AC സോഴ്സ് 10 വോൾട്ട് ആണെങ്കിൽ മൊത്തം 10 വോൾട്ട് ആർക്ക് കിട്ടും? ഈ ബൾബിന് കിട്ടിക്കോളും. അതുകൊണ്ട് തന്നെ ബാക്ക് EMF ഒന്നും ഇല്ലല്ലോ, വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടി ആരുമില്ലല്ലോ. അതുകൊണ്ട് മാക്സിമം ബ്രൈറ്റ്നസ് ആയിരിക്കും ബൾബിന്, മാക്സിമം ബ്രൈറ്റ്നസ് ആയിരിക്കും. മാക്സിമം ബ്രൈറ്റ്നസ് എഴുതാം. നമ്പേഴ്സ് നമ്മൾ വെറുതെ എഴുതുന്നതാണ്, അപ്പോൾ അതിൽ വലിയ അർത്ഥമില്ല. നിങ്ങൾ ആകെ പറയേണ്ടത് പരീക്ഷാ പേപ്പറിൽ ഇനി എന്തുകൊണ്ടാണ് മാക്സിമം ബ്രൈറ്റ്നസ് ചോദിക്കാൻ പറയണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം ഇവിടെ ബാക്ക് EMF ഇല്ല, അതുകൊണ്ട് ഈ AC സോഴ്സിൻ്റെ മൊത്തം വോൾട്ടേജ് ആർക്ക് കിട്ടും? ബൾബിന് മാത്രമായിട്ട് കിട്ടും. ബൾബ് മാക്സിമം ബ്രൈറ്റ്നസ് അല്ലെ മാക്സിമം പ്രകാശം പകർത്തും. ഇവിടെയോ സോളിനോടുണ്ട്, പക്ഷേ AC സോഴ്സ് അവിടെ. AC അവിടെ DC ബാറ്ററി പോരാ, AC ബാറ്ററി തന്നെ വേണം. AC ബാറ്ററി നമ്മൾ പറയാൻ പാടില്ല, AC സോഴ്സിനെ പറയാൻ പാടുള്ളൂ. അതില്ല. അപ്പോൾ വീണ്ടും ഇവിടെ ബാക്ക് EMF ഇല്ല. അത് 10 വോൾട്ട്, ഇപ്പോൾ 10 വോൾട്ടിൻ്റെ ആണെങ്കിൽ മൊത്തം 10 വോൾട്ട് ആർക്ക് കിട്ടും? ബൾബിന് തന്നെ കിട്ടും. അപ്പോൾ വീണ്ടും മാക്സിമം ബ്രൈറ്റ്നസ് ആയിരിക്കും ഉണ്ടാവുക, മാക്സിമം ബ്രൈറ്റ്നസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇവിടെ ബാക്ക് EMF ഇല്ല, സോളിനോയിഡ് ഉണ്ടായിട്ട് കാര്യമില്ല, AC സോഴ്സും വേണം. ഇവിടെയോ സാർ AC സോഴ്സ് സോളിനോയിഡ് 2 പേരും ഉണ്ട്. അപ്പോൾ AC സോഴ്സ് 10 വോൾട്ടിൻ്റെ ആണെങ്കിൽ ഈ ബാക്ക് EMF 2 വോൾട്ട് ആണെങ്കിൽ ബൾബിന് എത്ര ഉണ്ടാവുള്ളൂ? ബാക്കിയുള്ള 8 വോൾട്ട് കിട്ടുള്ളൂ, 12 വോൾട്ട് കിട്ടില്ല. 10ഉം 2ഉം 12 കിട്ടില്ല. ഈ 2 10നെ കുറയ്ക്കുക ചെയ്യുക. 10 - 2 8 ബൾബിന് കിട്ടുള്ളൂ. സോ ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കുറവായിരിക്കും. ബ്രൈറ്റ്നസ് കുറവായിരിക്കും എന്ന് പറയാം. ബ്രൈറ്റ്നസ് കുറച്ച് കുറവായിരിക്കും, മാക്സിമം ഉണ്ടാവില്ല, കുറച്ച് കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പറയണം, there will be back EMF induced in the solenoid due to self induction. സെൽഫ് ഇൻഡക്ഷൻ മൂലം സോളിനോയിഡിൽ ഒരു ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു, അല്ലെ പ്രേരിതമാകുന്നു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആകെയുള്ള വോൾട്ടേജ് കുറച്ച് കുറയും, ബൾബിന് വോൾട്ടേജ് കുറച്ചേ കിട്ടുള്ളൂ. അതുകൊണ്ട് ബ്രൈറ്റ്നസും കുറവായിരിക്കും. വോൾട്ടേജ് കുറഞ്ഞാൽ ബ്രൈറ്റ്നസ് കുറയും. ഇവിടെയോ ഇവിടെ സോളിനോയിഡ് ഉണ്ട്, AC സോഴ്സും ഉണ്ട്. ഉള്ളിൽ എന്താണ് ഒരു പച്ച കളർ? പച്ചിരുമ്പ് അഥവാ സോഫ്റ്റ് അയൺ ആണ് കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ എക്സാമിൽ പറയുന്നത് സോഫ്റ്റ് അയൺ ആണെന്ന് പറയും, ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. സോഫ്റ്റ് അയൺ കയറ്റി വെച്ചാൽ സംഭവിക്കുക മക്കളെ, സോഫ്റ്റ് അയൺ ബാക്ക് EMFനെ കൂട്ടും. 10 വോൾട്ടാണ് AC സോഴ്സ് എങ്കിൽ ഇപ്രാവശ്യം ബാക്ക് EMF നേരത്തെ 2 വോൾട്ട് ആയിരുന്നെങ്കിൽ ഇപ്പം വല്ല 3 വോൾട്ട് ആയിരിക്കും ബാക്ക് EMF. അപ്പം സോഫ്റ്റ് അയൺ സോളിനോയിഡിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്ക് EMF കൂടും. പക്ഷെ ബാക്ക് EMF കൂടിയാൽ ബൾബിന് എത്ര കിട്ടുള്ളൂ? ബൾബിന് വീണ്ടും വോൾട്ടേജ് കുറവേ കിട്ടുള്ളൂ, 7 വോൾട്ടൊക്കെ കിട്ടുള്ളൂ. ബേസിക്കലി ഇവിടെ 8 വോൾട്ടെങ്കിലും കിട്ടിയായിരുന്നു, ഇവിടെ 7 വോൾട്ട് കിട്ടുള്ളൂ. അതായത് ഇവിടത്തെക്കാളും കുറവ് ബ്രൈറ്റ്നസ് ആയിരിക്കും, ബ്രൈറ്റ്നസ് വീണ്ടും കുറവായിരിക്കും. കാരണം കൂടുതൽ ബാക്ക് EMF ആയിരിക്കും. ബാക്ക് EMF ഇവിടെ വളരെ കൂടുതലായിരിക്കും, ഇവിടത്തേക്കാളും കൂടുതലായിരിക്കും. അപ്പം ബ്രൈറ്റ്നസ് ബൾബിന് ഭയങ്കര കുറവായിരിക്കും, ഏറ്റവും മിനിമം ബ്രൈറ്റ്നസ് ആയിരിക്കും. ഇനി കമ്പയർ ചെയ്ത് എഴുതുകയാണെങ്കിൽ എക്കും ബിക്കും ഒരേ ബ്രൈറ്റ്നസ് ആയിരിക്കും. അത് രണ്ടും ഇതിനേക്കാളും കൂടുതലാണ്,
സി എന്താണ്, ഡിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഡിക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ ഇതിലെഴുതും. അവരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതും. ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ ഏറ്റവും ഇവിടുന്ന് തുടങ്ങുക, പിന്നെ ഇത് രണ്ട് സെയിം ആണ്. ക്ലിയർ ആണ്? അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എല്ലാ തരം ചോദ്യവും ആൻസർ ചെയ്യാൻ പറ്റേണ്ടതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2-3 ചോദ്യം കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിന് ഉത്തരം പറഞ്ഞ് കമ്പയർ ദി ഇന്റൻസിറ്റി ഓഫ് ബൾബ്സ്. പറ മക്കളെ, ബാക്ക് EMF ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇവിടെ സോളിനോയിഡും ഇല്ല, AC സോഴ്സും ഇല്ല, ബാക്ക് EMF 0 ആണ്. ബാക്ക് EMF is equal to 0. സോ മാക്സിമം ബ്രൈറ്റ്നസ്. അടുത്തപടി AC സോഴ്സ് ഇല്ല, സോളിനോയിഡ് ഉണ്ടായിട്ട് എന്താ കാര്യം? മാക്സിമം ബ്രൈറ്റ്നസ്. ഇവിടെ മാക്സിമം ബ്രൈറ്റ്നസ്. ബാക്ക് EMF ഇല്ല, മാക്സിമം ബ്രൈറ്റ്നസ്. AC സോഴ്സ് ഉണ്ട്, പക്ഷേ സോളിനോയിഡ് ഇല്ല. രണ്ടും വേണം. ഇവിടെയും ബാക്ക് EMF ഇല്ല, മാക്സിമം ബ്രൈറ്റ്നസ്. ഇവിടെയോ AC സോഴ്സ് ഉണ്ട്, സോളിനോയിഡ് ഉണ്ട്, ഉള്ളിൽ നിന്നാണ് സോഫ്റ്റ്വെയർ ഉണ്ട്. ബാക്ക് EMF നല്ല സൂപ്പർ ബാക്ക് EMF ആയിരിക്കും, നല്ല ബാക്ക് EMF ആയിരിക്കും. സോ ബ്രൈറ്റ്നസ് വളരെ മിനിമം ബ്രൈറ്റ്നസ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെയും എയും ബിയും സിയും സെയിം ബ്രൈറ്റ്നസ് ആയിരിക്കും ഉണ്ടാവുക, അവൻ്റെ മാത്രം കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള സംഭവം. ആ ഒരൊറ്റ കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് ഒരൊറ്റ ചോദ്യം എക്സാമിൽ വന്നൊരു ചോദ്യമാണ്, പ്രീവിയസ് ഇയറിലെ ചോദ്യമാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ആൻസർ ഇടാം. 2 സർക്യൂട്ട് ഉണ്ട്, A ഫസ്റ്റ് സർക്യൂട്ട്, B സെക്കൻഡ് സർക്യൂട്ട്. കാണുന്നില്ല, ഞാൻ വരച്ചു തരാം. ഇവിടെ ഇങ്ങനത്തെ ഒരു സാധനമുള്ളത്, ഇവിടെ ഇങ്ങനെ സാധനമുള്ളത്. സോളിനോയിഡ്, സോഫ്റ്റ് അയൺ ഉണ്ട്. ഏതിലായിരിക്കും ബ്രൈറ്റ്നസ് കൂടുതൽ എന്നാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. കമ്പയർ ദി ബ്രൈറ്റ്നസ് വിച്ച് സർക്യൂട്ട് A or B അല്ലെ വിച്ച് ബൾബ് വിൽ ഹാവ് മോർ ബ്രൈറ്റ്നസ്. രണ്ടും സെയിം വാട്ട് കേട്ടോ. 4 വാട്ട് ആയിക്കോട്ടെ, അല്ല ഇത് 3 വാട്ട്. 3 വാട്ടിൻ്റെ ബൾബ്, ഇത് 3 വാട്ടിൻ്റെ ബൾബ്. എപ്പോഴും ബൾബിൻ്റെ വാട്ട് സെയിം ആയിരിക്കും കേട്ടോ, പവർ സെയിം ആയിരിക്കും. വിച്ച് വിൽ ഹാവ് മോർ ബ്രൈറ്റ്നസ്? കമൻറ്റ് ബോക്സിൽ ആൻസർ ഇടാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റ് തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ, ആൻസർ അറിയിക്കുക, വീഡിയോ യൂസ്ഫുൾ എന്ന് അറിയിക്കുക. അതിനോടൊപ്പം തന്നെ ഇതുപോലത്തെ ഏത് ടോപ്പിക്കാണ് അടുത്തത് നിങ്ങൾക്ക് വേണ്ടത് കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും ആ വീഡിയോ ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. മക്കളെ, നമുക്ക് ഈ വർഷത്തെ പരീക്ഷ തകർക്കണം. ഓക്കെ, കാണാൻ ഇനി മറ്റു വീഡിയോ.